السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിലും സദസ്സിലുമുള്ള അഭിവന്യ പണ്ഡിത ശ്രേഷ്ഠരെ, സഹൃദയ സഹോദര സഹോദരിമാരെ, ഹ്രസ്വമെങ്കിലും പ്രൗഢമായ ഒരു സന്ദേശം സദസ്സിന് കൈമാറി ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മലയാളി മുസ്ലിമിന്റെ പുണ്യം, ഇന്ത്യൻ ജനതയുടെ സൗഭാഗ്യം, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു വേദിയിലാണ് നാം ഒരുമിക്കുന്നത്. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ച് ദുആ ചെയ്ത് റാഹത്തോടുകൂടെ വൈകാതെ പിരിയണം എന്നാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാളിന്ന് വരെയുള്ള ഈ വിനീതന്റെ ഇത്തരം പ്രബോധന യാത്രയിലുള്ള അനുഭവങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ ഒരനുഭവമാണ് ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ, ഇതിന്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ തൃശൂർ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മലപ്പുറം പാലക്കാട് ജില്ലയോട് യാത്ര പറഞ്ഞാൽ ഇത്ര മനോഹരമായ ഒരു മതവിദ്യാഭ്യാസ കലാലയം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അനുഭവമാണ് എന്റെ എളിയ അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. ദീനിനു വേണ്ടി, ഈ ഉമ്മത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കുവാനും ചങ്കുപറിച്ചു നൽകുവാനുമുള്ള ആത്മാർത്ഥതയോടെ ഒരുപറ്റം സഹോദരന്മാർ ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ പുണ്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്ഥാപന സംവിധാനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നവർ, പഠിക്കുന്നവർ എല്ലാവർക്കും രണ്ടു വീട്ടിനുള്ള വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുടെയും എല്ലാം സകല സദുദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, വെള്ളപ്പാണ്ട്, കുട്ടം, ട്യൂമർ പോലുള്ള രോഗങ്ങളിൽ നിന്ന്, ശരീരം കീറിമുറിക്കേണ്ടി വരുന്ന, അവയവങ്ങൾ വെട്ടിമാറ്റേണ്ടി വരുന്ന, മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് സാധുക്കളായ നമ്മയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങളെ ഉലമാഉൻ റബ്ബാനിയീങ്ങളായി അല്ലാഹു തആല വളർത്തി വലുതാക്കട്ടെ. നമ്മൾക്ക് ഈ സമുദായത്തിന്, സമൂഹത്തിന്, രാജ്യത്തിന്, ലോകത്തിന് ഉപകരിക്കുന്ന ആലിമീങ്ങളായി അല്ലാഹു തആല നമ്മുടെ പൊന്നുമക്കളെ വളർത്തിയെടുക്കട്ടെ. ഇതുമായി സഹകരിക്കുന്ന, സഹായിക്കുന്ന ആളുകളെ പടച്ച റബ്ബ് സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കിയ പോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ദശവാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും സുപ്രധാനമായ 2-3 ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഒന്നാമത്തേതും മർമ്മപ്രധാനമായതും ഇതിനെ സ്നേഹിക്കുന്ന, ഇതിനെ സഹായിക്കുന്ന, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഈ മഹത്തായ സ്ഥാപന സംവിധാനത്തിന്റെ അരുചേർന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഈ മുതഅല്ലിം സുഹൃത്തുക്കളെയും പണ്ഡിതന്മാരെയും അഭിവന്ദരായ സാദാത്യങ്ങളെയും ബഹുജനങ്ങളെയും സ്ത്രീ സമാജത്തെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ആത്മാർത്ഥമായൊന്ന് ദുആ ചെയ്യാൻ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന്റെ മനോഹരമായ ഇത്തരം രാവുകളിൽ സാധിക്കുക അതേറെ ധന്യമാണ്. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ അറിയാം, നീറുന്ന നൂറ് പ്രശ്നങ്ങളുടെ നീർച്ചുടികളിലാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്. വലിയവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെയും നിലവാരത്തിനനുസരിച്ച് സങ്കീർണമായ ജീവിതയാത്രകളിലൂടെയാണ് നാം ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ശാരീരിക രോഗങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരമുയർത്തി കരളൊരുക്കി കണ്ണീർ വാർത്ത് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, 2 വീട്ടിലുള്ള വിജയികളിൽ സാധുക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓർക്കുക. ഈ സൗഭാഗ്യങ്ങളും ഈ സൗരഭ്യങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾ കടൽ കടന്ന് മണലാരണ്യത്തിൽ ചെന്ന് മണിക്കൂറുകൾ അധ്വാനിച്ചുകൊണ്ട് ഇറ്റുവീടുന്ന വിയർപ്പ് തുള്ളികൾ ദിർഹമുകളാക്കി, ദീനാറുകളാക്കി, റിയാലുകളാക്കി മാറ്റിയപ്പോ അതിന്റെ ഗുണഫലം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോ അൽഹംദുലില്ലാ മനോഹരമായ പള്ളിയുടെ മിനാരങ്ങളുണ്ടായി, ഇതുപോലത്തെ കലാലയങ്ങളുണ്ടായി, നമ്മുടെ രാജ്യത്ത് മനോഹരമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായി, നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു. അൽഹംദുലില്ലാ പട്ടിണിയും പരിവട്ടണവും പ്രയാസവും കെട്ടുകഥകളായി നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പ്രവാസികളുടെ വിയർപ്പാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാസികൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അവരുടെ ഏർപ്പാടുകൾ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ നൽകുന്ന പ്രത്യേകിച്ചും ഈ രാജ്യത്തെ സ്ഥാപനത്തെ മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവർ മഹാഭൂരിപക്ഷവും ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് സംവിധാനങ്ങളുമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റബ്ബേ, ഇതുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളെ എല്ലാ അർത്ഥത്തിലും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികള്, നമ്മുടെ കേരളക്കരയിലുള്ള പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാവാൻ ഒരു പരിധിവരെ കാരണം ഗൾഫ് രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടാണ്. അല്ലാഹുവേ, അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഇവിടെ കൂടിയ ഓരോരുത്തരും നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും 6 അടി മണ്ണിനടിയിലാണ്. ഓർക്കുക, ഈ സൗകര്യങ്ങളൊന്ന് കാണാൻ, ഈ സന്തോഷമെന്ന് പങ്കുവെക്കാൻ ഭാഗ്യമില്ലാതെ ഖബറെന്ന കല്ലറക്കൂട്ടിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ് പോറ്റി വളർത്തി പുന്നാര് ഉമ്മമാര് അല്ലാഹുവേ ഖബറിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, കൂടെ കഴിഞ്ഞവർ, ഉറ്റവർ, ഉടയവർ, നാട്ടുകാര്, വീട്ടുകാര്, ബന്ധുമിത്രാദികള് പലരും ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹ് റബ്ബേ, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളൊരാൾ മരണത്തിന് കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിലയില്ലാത്ത വെള്ളത്തിൽ ഒളിച്ചു പോകുന്ന ഒരാള് ഒരു പിടിവള്ളി കിട്ടിയാൽ കരകയറാൻ എത്ര കണ്ട് കൊതിക്കുന്നുവോ അത്ര കണ്ട് ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ആഗ്രഹിക്കുകയാണ്. അല്ലാഹ്, എന്റെ പൊന്നുമോൻ എന്റെ ഖബറിന്റെ അരികത്ത് വന്നെന്ന് എന്നോട് സലാം ചൊല്ലിയെങ്കിൽ, എന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയെങ്കിൽ, അല്ലാഹുവേ എന്റെ പേരിൽ വല്ല ദാനവും ചെയ്തെങ്കിൽ, അല്ലാഹ് എന്നെ നന്ദിയോടുകൂടെ നോർത്തെങ്കിൽ, അല്ലാഹ് എന്ന് ഖബറിൽ കിടന്ന് പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുമ്പോ ഈ മഹത്തായ മജ്‌ലിസിൽ 100 കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട്, അല്ലാഹ് എന്റെ പൊന്നുമ്മാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക്, സംവിധാനത്തിലേക്ക് മനസ്സറിഞ്ഞു വല്ല പിന്തുണയും നൽകിയിട്ട് റബ്ബേ എന്റെ ഉമ്മാക്ക് അതിന്റെ മിസ്ല സവാബ് എത്തിക്കണേ, അല്ലാഹ് എന്റെ ഉപ്പാക്ക് അതിന്റെ പുണ്യം എത്തിക്കണേ, അല്ലാഹ് എന്നാഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകും. റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്ക് വേണ്ടി, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി, നമ്മിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഈ വേദി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. മഹാന്മാരായ സാദാത്യങ്ങൾ, സൂഫി വര്യന്മാർ നമ്മുടെ ഈ മജ്‌ലിസിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കടന്നു വരാനിരിക്കുന്നു. ഓർക്കുക, അതുപോലെ തന്നെ മുസ്ലിം ലോകം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സപ്തവൻകരകളിലും നേറുന്ന പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങള്, മറുഭാഗത്ത് ആഭ്യന്തര കലാപങ്ങള്, യുദ്ധക്കെടുതികള്, പട്ടിണികള്, പ്രയാസങ്ങള്, എന്തിനു വേണം അക്രമങ്ങള്. ഇതൊന്നും സഹിക്കവയ്യാതെ ലോകത്തിന്റെ നാനാഭാഗത്തും വേദന തിന്ന് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ നാം അറിയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലോകത്തെവിടെയാണെങ്കിലും മാനവൻ, മുസ്ലിം സമുദായം ഒരൊറ്റ ശരീരം പോലെയാ,
കാലിൽ മുള്ളു തറച്ചാൽ കണ്ണിൽ കണ്ണുനീര് പൊടിയുന്നത് പോലെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറുകൈ കൊണ്ട് അത് പറിച്ചെടുക്കുന്നത് പോലെ ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്നത് പോലെ സഹായിക്കുന്നത് പോലെ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവെക്കുന്നത് പോലെ ലോകത്തെവിടെയാണെങ്കിലും മുസൽമാൻ ഒറ്റ ശരീരം പോലെയാണെന്ന ബോധത്തോടെ നാം നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ചെന്നൈയിലെ പ്രളയത്തിൽ കട്ടപ്പെടുന്നവരാവട്ടെ, ഫലസ്തീനിലും അഫ്ഗാനിലും ചെച്ചനിയയിലും റുവാണ്ടയിലും കൊസോവയിലും ലബനാനിലും ലിബിയയിലും സിറിയയിലും യമനിലുമാവട്ടെ, ലോകത്തിന്റെ നാനാഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ കട്ടനട്ടങ്ങൾ അനുഭവിക്കുമ്പോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പ്രാർത്ഥനാപൂർവ്വം അവരോടൊപ്പം നിൽക്കാൻ ഈ മജ്‌ലിസ് കൊണ്ട് നമുക്കാവേണ്ടതുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഓരോ സ്ഥലത്തും ചൊല്ലുമ്പോ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ സ്വസ്ഥതയില്ലാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അയൽ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ഓടിച്ചൊല്ലുമ്പോ അവരിലേക്ക് ബയണറ്റുകൾ ഉതിർക്കുമ്പോ നിറയൊടുക്കുമ്പോ പിടഞ്ഞു മരിക്കുന്ന ബന്ധുക്കളെ കണ്ടുകൊണ്ട് വേദനിച്ച് പിടഞ്ഞു മരിക്കുന്ന മനസ്സ് തളർന്ന് കടിയേണ്ടി വരുന്ന ആളുകളുടെ കോടിക്കണക്കിനായ നമ്മുടെ സഹോദരങ്ങളുടെ കഥകൾ കേൾക്കുമ്പോ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹ്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശാന്തി നൽകണേ റബ്ബേ. ഞങ്ങളുടെ പുണ്യഗേഹങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശേഷി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തേത്, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ പുരോപ്രവർത്തനത്തിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാവും എന്ന് ആലോചിക്കുക. പ്രത്യേകിച്ചും ദശവാർഷികം ഒരു ദശാസന്ധിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഒരുപാട് പുരോഗമനകരമായ ഘടകങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ ഈ സദുദ്യമം കൊണ്ട്, ഈ സമ്മേളനം കൊണ്ട്, ഈ ആഘോഷ പരിപാടി കൊണ്ട് നമുക്കാവണം. റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി, നമ്മിൽ മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി, മുസ്ലിം ലോകത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മൂന്നാമത്, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ പഠിക്കുക, പകർത്തുക, പരിശീലിക്കുക, പൊതുസമൂഹത്തിന് അത് പകർന്നു കൊടുക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും കഴിയുന്ന ഏറെ ധന്യമായൊരു വേദിയാണിത്. അല്ലാഹു തആല മൂന്നർത്ഥത്തിലും നമ്മുടെ പരിപാടി വിജയിപ്പിച്ചു തരട്ടെ. അല്ലാഹു തആല റബ്ബ് സ്വീകരിക്കുന്ന, നാളെ മഹ്ശറയിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇവിടെ ഒത്തുചേർന്നവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, സാമ്പത്തിക സഹായം നൽകിയവർ, ശാരീരികമായ പിന്തുണ നൽകിയവർ, എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ജിഹാദിന്റെ പുണ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും രണ്ടു വീട്ടിലുള്ള വിജയികളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കാര്യം എന്റെ ബഹുമാന്യ സദസ്സ് ചെയ്താൽ ഈ സദസ്സ് ധന്യമാകും. അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ഒന്ന്, ആമീൻ ഖൽബ് കൊണ്ട് പറയുക. ആമീൻ എന്ന് പറയും. ഇസ്തജിബ് ദുആന, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ എന്നാണല്ലോ അതിനർത്ഥം. ഇവിടെ മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തിന്റെ ചിറകിന്റെ ചുവട്ടിൽ കഴിയുന്നവർ, തീർച്ചയായും നമുക്ക് പ്രതീക്ഷയുണ്ട്. അവരെ കൈകൾ അല്ലാഹു തആല തട്ടിമാറ്റില്ല. കർട്ടനപ്പുറത്ത് നമ്മുടെ നിഷ്കളങ്കരായ സഹോദരിമാർ അൽഹംദുലില്ലാ സ്വലാത്ത് ചൊല്ലി മനോഹരമായി സദസ്സിൽ റാഹത്തോടുകൂടെ ദുആ ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അഭിവന്ദരായ പണ്ഡിതന്മാർ, സദാത്യങ്ങള്, ഇൽമിനെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പകർത്താനും പ്രതീക്ഷാപൂർവ്വം എത്തിച്ചേർന്ന നിഷ്കളങ്കരായ എന്റെ സഹോദരന്മാർ, ഇതിലേറെ ധന്യമായ ഒരു സദസ്സ് നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, എന്റെ രീതി അനുസരിച്ച് ഞാൻ ഇടക്കിടക്ക് ദുആ ചെയ്യും. ഞാൻ വലിയ ആളായിട്ടല്ല ദുആ ചെയ്യുന്ന, ഞാൻ എത്ര നിസ്സാരനാണെങ്കിലും ഇവിടെ കൂടിയ ആളുകളെല്ലാം മഹാന്മാരാണ്. തീർച്ചയായും നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും, നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. രണ്ട്, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ മറ്റൊരു കാരണമായി തീരുന്നത് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഖൽബ് കൊണ്ട് റാഹത്തോടുകൂടെ റൗദയിലേക്ക് നമ്മുടെ മനസ്സ് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. നമ്മുടെ സ്ഥാപനം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എനിക്ക് സമയപരിമിതിയുണ്ട്, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക എന്ന് പറയുന്നത് മനുഷ്യൻ തോറ്റുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇഷ്ക് ഔഷധമാക്കിയ മഹാന്മാരായ തസൗഫിന്റെ ഉലമാ
വിശ്വോത്തര പണ്ഡിതന്മാർ അവരുടെ നാവ് കുടഞ്ഞുപോയ, പേന തളർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്, ഏരിയയാണ് മഹാനായ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറയുന്നത്. എന്നാൽ ഹബീബായ തങ്ങളെ സ്നേഹിക്കലും ആ മദ്ഹ് പറയലും നമ്മുടെ പരിമിതമായ അറിവിനും സമയത്തിനും ഉള്ളിൽ നിന്നുകൊണ്ട് എത്ര സാധിച്ചാലും അതൊരു വലിയ പുണ്യമാണ് എന്നുള്ള മഹാന്മാരുടെ നിർദ്ദേശവും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠവും ഉൾക്കൊണ്ടുകൊണ്ട് അല്പനേരം നമുക്ക് ഇഷ്ഖിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലൂടെ മുന്നോട്ട് പോവാം. റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കറിയാം, പ്രത്യേകിച്ചും ചാവക്കാട് വരുമ്പോ, സമീപ പ്രദേശങ്ങളിൽ വരുമ്പോ മഹാനായ ഷെയ്ഖ് വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ഓർക്കാതെ ഒരു ഇഷ്ഖിന്റെ മദ്ഹുർ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം ആരംഭിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രകൃതിയുടെ നിയമങ്ങളെയും ഭൗതികമായ സംവിധാനങ്ങളെയും ഇഷ്ഖിന്റെ ആഴം കൊണ്ട്, ഇഷ്ഖെന്ന ആയുധം കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു തആല അൻഹു. നോക്കുക, മഹാനവറുകൾ പാടിയത് ഹുബ്ബുൻ നബിയ്യി വമദ്ഉഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ താഹ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما صلى الله على محمد صلى الله على محمد محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ളത്, മുത്തുനബിയെ സ്നേഹിക്കുക എന്നുള്ളത് തീർച്ചയായും ഏറെ ഉൾക്കിട്ടമായ ഒരു അമലാണ് കേട്ടോ. ഈ അമല് കൊണ്ട് അമൽ നമ്മുടെ മോഹങ്ങളും അഭിലാഷങ്ങളും അതുവഴി അല്ലാഹു തആല പൂർത്തീകരിച്ചു തരും. വലഹു ബിനൈലി ശഫാഅത്തിൻ താഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമ തന്നീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ, മുത്തുനബിയോട് ഇഷ്ഖ് വെച്ചാൽ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അങ്ങ് പ്രകടിപ്പിച്ചാൽ ആരാരും തണയില്ലാതെ തുണയില്ലാതെ നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ, ഇന്ന് 14,96,00,000 കിലോമീറ്റർ മീതെ നിൽക്കുന്ന സൂര്യനാ തുദനശംസു യൗമൽ ഖിയാമത്തി കമിഖ്ദാറ മീൽ, ഒരു ചാണുമീതേക്ക് അടുപ്പിക്കപ്പെടുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾ അറിയേണ്ടതുണ്ട്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരു ചാണുമീത കത്തിജ്വലിക്കുന്ന സൂര്യതാപമേറ്റിട്ട ഓരോരുത്തരും ചെയ്ത അമലിന്റെ അനുപാതത്തിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ അമ്പിയാക്കൾ പോലും നഫ്സ് നഫ്സ് സ്വയം വിലപിച്ചുകൊണ്ട് കടിഞ്ഞു മുന്നോട്ട് പോകുമ്പോ, എന്റെ സഹോദരങ്ങളെ ഓർക്കുക, കാലുവെക്കാനുള്ള ഇടത്തിനപ്പുറത്തേക്ക് സ്ഥലം ലഭിക്കാത്ത മഹ്ശറ, കാലിൽ ചെരുപ്പില്ല, ദേഹത്ത് വസ്ത്രമില്ല, ചൂടിന് പരിഹാരമില്ല, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടൊരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യം അനുഭവിച്ച കട്ടപ്പാടനുഭവിച്ച് മഹ്ശറയിൽ നിൽക്കുമ്പോ അമ്പിയാക്കൾ പോലും കൈമലർത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ തേടിയിട്ട് മഅ്ശൂഖോട് എത്തുകയാണ് മുഹമ്മദ് മുസ്തഫ. എന്നെ ഇഷ്ഖ് വെച്ചവരെവിടെ? എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയവരെവിടെ? എന്റെ മദ്ഹ് പറഞ്ഞവരെവിടെ? എന്നോട് ഹുബ്ബ് വെച്ചവരെവിടെ? ആ സ്നേഹം പ്രകടിപ്പിച്ചു
പഠിപ്പിച്ചവരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയെത്തുമ്പോ സുസ്മേരമതരായ പുഞ്ചിരി തീകിക്കൊണ്ട് നാളെ മഹ്ശറാവൻ സഭയിൽ ഹബീബിന്റെ ചാരത്തണയാൻ ഒരിറക്ക് കുടിച്ചാൽ ദാഹത്തിന്റെ പരവശത അനുഭവിക്കാതെ മഹ്ശറയിൽ കടിയാൻ സാധിക്കുന്ന ഔദുൽ കൗസർ ഹബീബായ തങ്ങളുടെ കയ്യിൽ നിന്ന് കോരിക്കുടിക്കാം. മുഅ്മിനേ, നമുക്ക് ഓരോരുത്തർക്കും കൊതിയില്ലേ? എന്നാൽ അത് കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് പോവാ, ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നേടാൻ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഏറെ ഉത്കൃഷ്ടമായ അമലാണത്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക. അതുവഴി നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഹബീബായ തങ്ങളുടെ ചാരത്തണയുവാനോ അവിടത്തെ കയ്യെന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുവാനോ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുമാകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നോക്കുക, ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോ എന്റെ ഒരു അനുജ സുഹൃത്ത് മനോഹരമായി സ്നേഹത്തിന്റെ താത്വികമായ മാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. സ്നേഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായി ഇന്റർറിലേറ്റഡ് ആണ്, ഉത്ബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ചേർത്തി പോകുന്നതായിരിക്കും നന്നാവുക എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞവരൊക്കെ തോറ്റ് അവസാനം കീഴടങ്ങിയ ചരിത്രമാണല്ലോ ഉള്ളത്. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ അവസാനം പാടി 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 എന്തു പാടണമെന്നറിയാതെ അവസാനം പറഞ്ഞു, ഇല്ല, ഇനി എത്ര പാടിയാലും പറഞ്ഞാലും തീരില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തെരഞ്ഞെടുക്കുന്ന തന്നെ സമ്പൂർണ്ണതയിൽ നിന്ന് ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن في غير منقسم مولاي صل وسلم على حبيبك خير الخلق كلهم. മൗലായക്കൊക്കെ ഇത്തിരി വോൾട്ടേജ് കമ്മിയുണ്ട്, സാരല്ല. ഏതായിരുന്നാലും അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. കാരണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ഫറൂഖ് അടുത്തൊരു വയലിന് പോയപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ രാജാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആശ്വാസം പോലെ കഴിച്ചാൽ മതി, മൗലായ ഓടുന്നുണ്ട്. മൗലായ ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മൗലായ ഓടലല്ലോ, മൗലായ ഓതലാണല്ലോ നമ്മളൊക്കെ. അല്ല, അതിപ്പോ മാറിക്കണം, ഇപ്പൊ സീഡിയാണ്. ഓത്ത് നിർത്തിയിട്ടുണ്ട്, ഇപ്പൊ എന്താണ്? ഓട്ടാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നോക്കണേ നിങ്ങള്, ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയാൻ അറബി ഭാഷ ഇത്ര വഴങ്ങിയ കലാരൂപം നമുക്ക് കാണുക സാധ്യമല്ല. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പാടുകയാ, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم. ഔന്നത്യത്തിന്റെ സദ്ഗുണങ്ങളെല്ലാം സമ്മേളിച്ച ഒരു പുണ്യപൂമാനെ കാണണോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദ്ഗുണങ്ങളെല്ലാം സമ്മേളിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് പോകാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ താത്വികമായ അതിന്റെ ഫിലോസഫിക്കലായ ബേസ് നോക്കുക, താത്വികമായ അടിത്തറ പരതുക. അവിടെ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയ പെർഫെക്ഷനാണ്, സമ്പൂർണതയാണ്. ഒരാളെ സ്നേഹത്തിന്റെ മാനദണ്ഡമെങ്കിൽ എല്ലാ അർത്ഥത്തിലും സമ്പൂർണനായ ഒരേ ഒരാളെ മാത്രമേ നമുക്ക് ലോകത്ത് കാണാനൊക്കൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏത് വഴിക്ക് നോക്കിയാലും സൗന്ദര്യം സ്നേഹത്തിന്റെ നിദാനമെങ്കിൽ, സൗന്ദര്യമാണ് സ്നേഹത്തിന്റെ മാനദണ്ഡമെങ്കിൽ, ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് പോവാൻ ഇന്നും വരെ ലോകത്ത് സാധിച്ചിട്ടില്ല എന്നതാണല്ലോ ചരിത്രം. ഖുർആൻ തന്നെ പറയുന്നത് അങ്ങനെയാ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത് വിളക്ക്, ജ്വാല, തിളക്കം എന്നാണല്ലോ. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ
വദാഇയൻ ഇലല്ലാഹി ബിഇസ്നി വസിറാജൻ മുനീറാ കത്തിച്ചു വെച്ച പ്രോജ്വലമായ വിളക്കാണ് ഹബീബേ അങ്ങ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളക്ക് ഇരുട്ട് പലപ്പോഴും വൈരൂപ്യത്തിന്റെ പ്രതീകമാണ്, ഇരുട്ട് പലപ്പോഴും അജ്ഞതയുടെ പ്രതീകമാണ്, ഇരുട്ട് പലപ്പോഴും അധാർമികതയുടെ പ്രതീകമാണ്. എന്നാൽ ധർമ്മത്തിന്റെ പ്രതീകമാണ് വെളിച്ചമെങ്കിൽ, ശാന്തിയുടെ പ്രതീകമാണ് വെളിച്ചമെങ്കിൽ, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് വെളിച്ചമെങ്കിൽ, അറിവിന്റെ പ്രതീകമാണ് വെളിച്ചമെങ്കിൽ, ഹബീബായി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണിക്കുന്നത്, വിവരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് സിറാജൻ മുനീറാ, അല്ലാഹു തആല വിവരിക്കുന്നത്, ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് മുസ്തഫ. മുത്തനബി തങ്ങൾ വിളക്കാണ്, കത്തിച്ചു വച്ച വിളക്കാണ്. മാത്രമല്ല അല്ലാഹു തആല വീണ്ടും വീണ്ടും ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, അല്ലാഹുവിന്റെ പ്രകാശം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ നൂർ എന്ന് പറയുന്ന പരാമർശത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനവും മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന് പ്രകാശം വന്നു കഴിഞ്ഞിരിക്കുന്നു, പ്രമാണം വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രകാശത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാ. എന്നല്ലേ പാടുന്നത്, ഉലിദൻ നബിയ്യു വജ്ഹുഹു യതബല്ലജു കൽബദരി ബൽ കശംസി ബൽ ഹുവ അബ്ലജു യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഉലിദൻ നബിയ്യു വജ്ഹു യതബല്ലജു. ഹബീബാറ്റങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആ ഭൂമുഖത്തൊരു വല്ലാത്ത തിളക്കമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് മാത്രമല്ല, ഹബീബാറ്റങ്ങളെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് അബ്ദുള്ളയുടെ തിരുനെറ്റിയിൽ അതുണ്ടായിരുന്നു. അബ്ദുള്ളയൊന്ന് ആ ബീജം സന്നിവേഷിക്കുന്നതോടുകൂടെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയെ സന്നിവേഷിക്കുന്നതിലൂടെ ആ പ്രകാശത്തിന്റെ തെളിച്ചം കെട്ടുപോയി അബ്ദുള്ളയുടെ മുഖത്ത്. പിന്നീട് ആ വെളിച്ചം കണ്ടത് ഫീ വജ്ഹി ആമിന റളിയല്ലാഹു തആല അൻഹാ. ഫലമ്മാ ഉലിദ ഹബീബുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടപ്പോഴോ ആ വെളിച്ചം കണ്ടത് ഫീ വജ്ഹി റസൂലില്ലാഹ്. അതൊരു വല്ലാത്ത തിളക്കമായിരുന്നു, അതൊരു വല്ലാത്ത വെളിച്ചമായിരുന്നു. കേവലം അലങ്കാരത്തിന് പറയല്ല, മഹാന്മാരായ സുദ്ദീഖീങ്ങള്, ശുഹദാക്കള്, മഹാന്മാരായ സ്വാലിഹീങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഖാക്കള്, ദാ സ്വഹാബത്ത് പറയുന്നുണ്ടല്ലോ, മുത്തുനബിയെ കണ്ണിലേക്ക് നോക്കിയാൽ ഹബീബ തങ്ങൾ ഞങ്ങളെ തിരിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ മുത്തുനബിയെ ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ കഴിയാറില്ല. സൂര്യൻ അതിന്റെ പ്രകാശം പൊഴിക്കുമ്പോ ആ സൂര്യനിലേക്ക് തിരിച്ചു നോക്കാൻ കഴിയാത്ത പോലെ തന്നെ മുത്തു ഹബീബിനെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് കെൽപ്പുണ്ടാവാറില്ല, കരുത്തുണ്ടാവാറില്ല. അല്ലേ? സൂര്യൻ തിളങ്ങുമ്പോ സൂര്യനെ നോക്കുമ്പോ നമുക്ക് അറിയാതെ തുമ്മിപ്പോവാറുണ്ട്. അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം ആ ധവള പ്രകാശത്തെ സ്വീകരിക്കാൻ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണികൾക്ക് പലപ്പോഴും കപ്പാസിറ്റി ഉണ്ടാവാറില്ല. നോക്കൂ നിങ്ങള്, തീർന്നില്ല. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇരുട്ടിലേക്ക് വന്നാൽ പോലും ആ വെളിച്ചത്തിന്റെ തെളിച്ചം കാണാം. മഹാനായ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, 14 രാവിന്റെ പൗർണമിയുടെ നിലാവ് ഈ അന്തരീക്ഷത്തെ, ഈ ഭൂമുഖത്തെ മനോഹരമായി തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിലാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, പൗർണമിയുടെ നിലാവ് അനുഭവിക്കുന്ന ഒരു രാത്രിയില് ഞാനിതാ നിശയുടെ നിശബ്ദയാമങ്ങളിലൂടെ മെല്ലെ നടന്നു പോവുകയാ. ആകാശത്തു നിന്നും ഇതാ ചന്ദ്രന്റെ വെളിച്ചം നിലാവ് ഇങ്ങനെ അനുഭവിക്കുകയാണ്. പെട്ടെന്നാണ് എന്റെ മുമ്പിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. പെട്ടെന്ന് വല്ലാത്തൊരു തെളിച്ചം എന്റെ കണ്ണിൽ പതിഞ്ഞു. ഞാൻ 2 ചന്ദ്രനെയും നോക്കി. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന പൂർണ്ണചന്ദ്രൻ, എന്റെ മുമ്പിലേക്ക് ആകാശത്തുള്ള ചന്ദ്രനെ പരാജയപ്പെടുത്തുന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ
രണ്ടു ചന്ദ്രനെയും ഞാനൊന്ന് കമ്പയർ ചെയ്തു, താരതമ്യം ചെയ്തു. എന്റെ മുമ്പിലേക്ക് നടന്നെടുക്കുന്ന ചന്ദ്രനിലാണോ അതോ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനിലാണോ ഏറ്റവും കൂടുതൽ തെളിച്ചവും വെളിച്ചവുമെന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ബിവജ്ഹി റസൂലില്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതായബ്ദു ഫിൽ ലൈലി ബഹീമി ജബീനുഹു യലുഹു മിസ്ല മിസ്ബാഹി ദുജൽ മുതവഖിദേ. കൂരിരുട്ടാർന്ന രാത്രിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ എങ്ങനെയാണോ തിളങ്ങുക, തെളിച്ചമുണ്ടാവുക, അതുപോലെയാണ് മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂരിരുട്ടിൽ മെല്ലെ പ്രകടമായാൽ പുറത്തേക്ക് വന്നാലെന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടുമ്പോ കേവലം ഒരു അലങ്കാരമല്ല, മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വെളിച്ചമുണ്ടായിരുന്നു. ഹദീസ് കാണാമല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തുണി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൂചി താഴെ വീണു. നല്ല ഇരുട്ടാണ്, വിളക്ക് കെട്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഹബീബായ തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നത്. നമ്മുടെ രീതി അനുസരിച്ച് ഇരുട്ടത്തൊരാൾ കയറി വരും കൂടിയാണ് ചെയ്യണമെങ്കിൽ ഇരുട്ടൊന്നും കൂടി സ്ട്രോങ് ആവും അല്ലേ? ഇരുട്ടത്തൊരാളും കൂടെ നടന്നെടുക്കുമ്പോൾ സ്വാഭാവികമായി ആ ഇരുട്ടൊന്നും കൂടി കടുപ്പം കൂടാണല്ലോ വേണ്ടത്. പക്ഷേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വന്നപ്പോ പെട്ടെന്നൊരു തെളിച്ചവും ഒരു തിളക്കവും കണ്ടു. എന്റെ കൺമുമ്പിലുള്ള സൂചി എടുക്കാൻ എനിക്ക് എളുപ്പമായി. ഞാൻ ആ സൂചി അങ്ങെടുത്തു എന്ന് മഹദി ആയിഷത്തു സഹറ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുമ്പോ അതിനല്ലേ നമ്മൾ പാടുന്നത്, ഇന്ന ബഹിതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുദി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസ ബിൽ ഹുദദി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുദി ഇന്ന ബഹിതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുദി. ഹബീബേ, അങ്ങൊരു വീടിനകത്തളത്തിലുണ്ടായാൽ, മുത്തു ഹബീബ് അങ്ങൊരു വീടിനകത്തളത്തിലുണ്ടായാൽ അവിടെ വെളിച്ചത്തിന് പിന്നെ വിളക്ക് വേണ്ട, അത് വിളങ്ങുകയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ട് തന്നെയാണ് മദീനത്തെ കൊച്ചുകുട്ടികള് ഹബീബായ തങ്ങളെ മദീനയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പാടിയതും തലഅൽ ബദ്റു അലൈനാ മിൻ തനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മഹദാ ലില്ലാഹി ദാഇ. അവര് പാടിയെങ്കിൽ അത് തന്നെയാ നമ്മൾ ഏറ്റുപാടുന്നത്. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي. أنت شمس أنت نور أنت نور فوق نوري أنت كثير وغالي أنت مصباح صدوري. മദീനയിലെ കൊച്ചുകുട്ടികൾ പാടിയത് തലഅൽ ബദ്റു, പൗർണമി ഞങ്ങളിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു. മുത്തു ഹബീബിയുടെ തിരുമുഖം കണ്ടിട്ടല്ലേ ആ മക്കൾ പാടിയതെങ്കിൽ നമ്മൾ ഇന്നും ഏറ്റുപാടുന്നത് അത് തന്നെയാ. അന്ത ശംസുൻ ഹബീബേ, അങ്ങ് സൂര്യനാ. അല്ല അന്ത ബദ്റുൻ, അല്ല കേട്ടോ അങ്ങ് പൂർണ്ണചന്ദ്രനാ. അന്ത നൂറും ഫൗഖ നൂരി, ഹബീബേ അങ്ങ് പ്രഭയിൽ പ്രഭയാണ്, പ്രകാശത്തുമേൽ പ്രകാശമാ. അന്ത കസീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി. പ്രപഞ്ചത്തിലെ വിളക്കുകൾ തോറ്റുപോകുന്നിടത്ത്, പ്രപഞ്ചത്തിലെ വെളിച്ചം തോറ്റുപോകുന്നിടത്ത് തിളങ്ങുകയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ്. നമ്മൾ കാണുന്നത്
അൻത മിസ്ബാഹു സുദൂരി, അൻത മിസ്ബാഹു സുദൂരി. ഹൃദയങ്ങളെ ദീപ്തമാക്കുന്ന വിളക്കാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയങ്ങളിൽ ഇവിടെ ലോകത്ത് ഏത് വെളിച്ചം, ഏത് മെർക്കുറി ലാമ്പ് കത്തിച്ചു വെച്ചാലും, ഏത് ഫ്ലഡ് ലൈറ്റ് വെച്ചാലും ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാനാവില്ല. ഈ പ്രപഞ്ചത്തിന് അകത്തിനും പുറത്തിനും ഒരുപോലെ വെളിച്ചം കൊടുക്കാൻ കഴിഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, വെളിച്ചം മുത്തുനബിയുടെ കണ്ണിലുണ്ടായി, തെളിച്ചം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തുണ്ടായി. മാത്രമല്ല ഹബീബ തങ്ങളോട് സഹവസിച്ചവരല്ല, ആ മുഖത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്നതിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തില്ലേ. നോക്കുക, ലോകത്ത് അന്ധകാരത്തിന്റെ അംശങ്ങൾ എവിടെയുണ്ടോ, അത് ഹൃദയാന്തരത്തിലാവട്ടെ, അത് ജീവിതത്തിലാവട്ടെ, അത് അജ്ഞത കൊണ്ടാവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ടിന്റെ പ്രതീകാത്മകമായ 4 സംവിധാനങ്ങളെയും തുരത്തുകയാണ് മുഹമ്മദ് മുസ്തഫ. അശാന്തി ഇരുട്ടിന്റെ പ്രതീകമെങ്കിൽ, അജ്ഞത ഇരുട്ടിന്റെ പ്രതീകമെങ്കിൽ, വൈരൂപ്യം ഇരുട്ടിന്റെ പ്രതീകമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവര്, എല്ലായിടത്തിന്റെയും ആ ഇരുട്ടിനെ അകറ്റിട്ട് അവിടെ വെളിച്ചം നൽകുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അതുകൊണ്ട് സൗന്ദര്യം കൊണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി, ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. നോക്കൂ, നിങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ അറിവും ആത്മീയതയുമാണ് ഒരാളെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും മാനദണ്ഡമായി വരുന്നതെങ്കിൽ ഹബീബായ തങ്ങൾക്കപ്പുറത്തേക്ക് ഇൽമിന്റെ ഒരു കടൽ കാണുക നമുക്ക് സാധ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലൗ തഅലമൂന മാ അലം ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. എന്റെ അറിവ് നിങ്ങൾക്കുണ്ടാകുമായിരുന്നെങ്കിൽ, ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ, ഹബീബ് പറയുകയാ, നിങ്ങൾ ജീവിതം കരഞ്ഞു തീർത്തേനെ, ചിരിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തുക പ്രയാസമായേനെ മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ലോകത്ത് ദിഗന്ധങ്ങളെ ഭേദിച്ച് നൂറ്റാണ്ടുകൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വിശുദ്ധ ഖുർആൻ, അതിനോടും അറിവിന്റെ ഭണ്ഡാരം മറ്റൊന്നില്ല. ആ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുന്നല്ലോ. അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു പറയാ, ഈ ഖുർആൻ എങ്കിലും പരുപരുത്ത പാറക്കല്ലുകളുള്ള പർവ്വതത്തിന് മുകളിലേക്ക് നാം അവതരിപ്പിച്ചാൽ ആ പർവ്വതത്തിന് താങ്ങാൻ കഴിയാതെ തകർന്നു തരിപ്പണമായേ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ ആ ഖുർആൻ അതാ അല്ലാഹു തആല കിതാബുൻ ഉൻസില ഇലൈക ഫലാ തകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. പർവ്വതത്തിന് ഏറ്റെടുക്കാൻ കഴിയാത്തത് ഹബീബാത്തങ്ങളുടെ ഹൃദയത്തിന്റെ കൈത്തല നിവർത്തി സ്വീകരിക്കുവാനും ഹബീബാത്തങ്ങൾ 23 വർഷം കൊണ്ട് ഖുർആനിന്റെ പൂർണ്ണത ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആ ഖുർആനെ കൊണ്ടുവരുന്നവനെ കുറിച്ച് പോലും മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മാമീൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹയിറക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, എന്റെ മാന്യനായ ദൂതന്റെ വാക്ക. അതിശക്തനെന്ന് അല്ലാഹു തആല പറയുമ്പോ ആ ശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരപ്പെടുന്ന വഹയ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുമ്പോ ലോകത്ത് അറിവിന്റെ ബഹറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്തേക്ക് അറിവിന്റെ ഒരു അനന്തമായ സാധ്യത മറ്റൊന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ, ആത്മീയ രംഗത്ത് സൃഷ്ടിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ടുള്ള സവിശേഷത കൊണ്ട് ലോകത്തെ മറികടക്കാൻ ലോകത്തൊരാളുണ്ടോ?
ഉണ്ടായിട്ടില്ല. കാരണം സൃഷ്ടിപ്പ് കൊണ്ട് ഏറെ സവിശേഷതയുള്ള ആളാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മലായികത്ത്. ആ മലായികത്തിന്റെ സത്യവൈഭവങ്ങളെ തോൽപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അതിനിടക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ധനാനുഗ്രഹീതമായ ഒരു സദസ്സാണ്. അഭിവന്ദരായ മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സദാത്യങ്ങൾ, ഈ മഹത്തായ സദസ്സ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന്റെ ഈ മനോഹരമായ രാവിൽ, ഈ റബീഉൽ അവ്വലിന്റെ മനോഹരമായ ഒരു രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ നമുക്ക് കിട്ടിയ അവസരം അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ദശവാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കർമ്മ പദ്ധതികളും പരിപാടികളുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, സഹൃദയരായ, യാതൊരു നാട്യങ്ങളുമില്ലാത്ത, യാതൊരു പ്രകടനപരതയും സ്വാധീനിക്കാതെ ലില്ലാഹിക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ വജ്ഹാഗ്രഹിച്ചുകൊണ്ട് ഇൽമിനെ സ്നേഹിക്കുന്ന ഏതാനും ആളുകൾ അവരുടെ മനസ്സ് പറിച്ചു നൽകിക്കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇഖ്ലാസ് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രമേൽ വിപുലപ്പെട്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഇങ്ങനെ 300ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി അതിന്റെ ഓഫ് ക്യാമ്പസ് എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സ്ഥാപനം. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളെ ഉലമാ റബ്ബാനികളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഈ വേദി വളരെ അനുഗ്രഹീതമായ ഒരു നിമിഷങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് അവസാനത്തെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. ഒരു മൗലിദ് സദസ്സിന്റെ പ്രതീതി നമുക്ക് ഇതിനുണ്ടാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സാണ്. സ്വലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളിൽ നമുക്ക് ദുആ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ഇവിടെ അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തെ ഇവിടെ പഠിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് ആലിമ്യങ്ങളുടെ ഇൽമിന്റെ ഒരു ചെറിയ ഒരംശം നമുക്കും അതിന്റെ പങ്കാളികളാവാൻ, ഈ പണ്ഡിതന്മാരുടെ ദീനി ഖിദ്മയിൽ നമുക്കൊരു പുണ്യം കിട്ടാൻ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഖബറിലേക്ക് ചെല്ലുമ്പോൾ അണമുറിയാത്ത നന്മയുടെ പ്രവാഹമായിട്ട് നമ്മുടെ ഖബറിൽ അതിന്റെ പുണ്യം അനുഭവിച്ചു കിട്ടാൻ നമ്മുടെ മുമ്പിൽ ഒരു അവസരം വന്ന് കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ചെലവ്, ഒരു മുതഅല്ലിമിന്റെ ഒരു വർഷത്തെ ചെലവ് എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതേറെ ധന്യമാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഒറ്റയടിക്ക് ഇന്ന് തന്നെ നൽകണം എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ ഗഡുക്കളായോ അതല്ലെങ്കിൽ മാസാന്തമോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതിന് കാണുന്നത് ഒരു 25,000 രൂപയാണ്. എത്രയോ വഴിക്ക് എത്രയോ പണം ചിലവഴിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കാൻ വലിയൊരു സൗഭാഗ്യം കിട്ടുകയാണ്. ഇനി അതല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു 18,000 രൂപ നമ്മുടെ സ്ഥാപനത്തിന് വരും. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിന് മൻസന്ന ബിസുന്നത്തിൻ ഹസന, ആരെങ്കിലും ഒരു നന്മക്കൊരു സുകൃതത്തിന് തുടക്കം കുറിച്ചാൽ ഇതിന്റെ വിജയത്തിന്റെ പൂർണ്ണമായ അംശത്തിൽ അവനൊരു വിഹിതമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണത്തിന്റെ ഒരു നല്ല രീതിയിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഒരു ദിവസത്തെ മുഴുവൻ കുട്ടികളുടെ മുഴുവൻ ഭക്ഷണം ഏർപ്പാട് ചെയ്യണമെങ്കിൽ ഏകദേശം 25,000 രൂപ വരും. ഏതർത്ഥത്തിലാണെങ്കിലും വേണ്ടില്ല. ബഹുമാനപ്പെട്ട സദസ്സിനോട് വളരെ വിനയത്തോടെ താഴ്മയോടുകൂടെ അഭിവന്ദരായ ആലിമീങ്ങളെയും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ വിനീതമായ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഏതെങ്കിലും നല്ലവരായ ഒരു സഹോദരൻ ഒന്ന് എണീറ്റുന്നുകൊണ്ട് ഇതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഏറെ ധന്യമാണ്. അവർക്ക് വേണ്ടി ഈ സദസ്സിനെ നിർത്തിക്കൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ മഹത്തായ പരിപാടി, ഈ ഫോം നിങ്ങളെ ഏൽപ്പിക്കും. ഓരോരുത്തരും ഇവിടെ ഒരു ഫോം ഇവിടെയുണ്ട്. നമ്മൾ കഴിയുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിക്കുക. എന്റെ ഉമ്മപ്പങ്ങന്മാർ മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ്
ഒരു പരിധിവരെ നമ്മുടെ സ്ഥാപനത്തിന് നല്ലൊരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഇതിനൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് ഈ മഹത്തായ മജ്‌ലിസ് നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ ചെലവ് ആരെങ്കിലും ഒരാളൊന്ന് ഏറ്റെടുക്കാൻ ഒന്ന് കൈപൊക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് തുടങ്ങാം. അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ റബ്ബേ, ആ സഹോദരന് ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ റബ്ബേ. റബ്ബേ, ഒരുപക്ഷെ സ്വന്തം മക്കള് ഇങ്ങനെ ഇൽമു പഠിപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചോളണമെന്നില്ല. പക്ഷേ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് ആർക്ക് കഴിഞ്ഞാലും നാളെ മഹ്ശറ വൻസഭയിൽ ആരാരും തണയില്ലാതെ തുണയില്ലാതെ നിൽക്കുമ്പോ അല്ലാഹ് ഇത് ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്, നേട്ടമാണ് റബ്ബേ. ഖബറിലേക്കൊരു നീക്കിവെപ്പാണ് റബ്ബേ. ഇതുപോലെ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ് പോറ്റി വളർത്തി പുന്നാര ഉമ്മ ഖബറിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ പൊന്നുപ്പ ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹ് അവർക്ക് നിസ്കരിക്കാൻ ഇപ്പൊ അവസരമില്ല, നോമ്പ് നോക്കാൻ കഴിയില്ല, സദഖ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ നടുവിൽ ഞങ്ങൾ കഴിയുന്നു റബ്ബേ. അവർ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ ശിഷ്ടമായി ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. അല്ലാഹ് റബ്ബേ, ഈ സമയത്ത് ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മുതഅല്ലിമിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ എനിക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞാൽ, എന്റെ ഉപ്പക്ക് എന്റെ ഉമ്മക്ക് ഖബറിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു നിധിയാണല്ലോ അല്ലാഹ്. രഞ്ജത്ത് കൈവച്ചുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കുക, അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരു വിദ്യാർത്ഥിയുടെ ചെലവേറ്റിക്കുന്ന റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് 2 ആളായി, ഒരു 10 പേരെങ്കിലും ബിസ്മില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. 2 പേർ എണീറ്റുന്നു. 3-ാമത്തെ ആള് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈബന്ധിച്ചാൽ മതി. മുതഅല്ലിമുകളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ അടുത്തേക്ക് വരും. ഏറ്റാ 3-ാമത്തെ ആൾ ആരെങ്കിലും ഉണ്ടോ? 3. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. 4-ാമത്തെ ആളാണ്. 4-ാമത്തെ ആളാണ്. 4-ാമത്തെ ആളാരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാം വലിയ സദഖകളും ധർമ്മങ്ങളും ചെയ്യുന്നവർ, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. 4-ാമത്തെ ആളാരാണ്? സഹോദരിമാരും ഒന്ന് മനസ്സ് വെക്കുക. എന്റെ വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. 4-ാമത്തെ ആളാരാണ്? ബിസ്മില്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റിരിക്കുക. 3 മുതഅല്ലിമീങ്ങളുടെ ഒരു വർഷത്തെ ചെലവ് 25,000 രൂപ വീതം 3 ആളെ ഏറ്റെടുത്തിരിക്കുന്നു. അടുത്തത് ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം എല്ലാ മുതഅല്ലിം ഇവിടെ കൂടി 300ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും കൊടുക്കാൻ ഒരു 18,000 രൂപ വരും. ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് തുടക്കം കുറിക്കുക. അതൊരു വലിയ ഫضലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാം ചെയ്യുന്നവരാണ് എങ്കിൽ പോലും ഈ സദസ്സെന്ന് ചെയ്യുന്നതിൽ പുണ്യമുണ്ട്. ഇത് കണ്ട് മറ്റൊരാൾ ചെയ്താൽ അതിന് 2 ഗുണം. വലാ യഹാലൂന അലാ തആമിൽ മിസ്കീൻ എന്ന ആയത്തിന് വിശദീകരിച്ച മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സ്വതക്ക ചെയ്യുന്നത് അത് മറ്റാൾക്ക് പ്രോത്സാഹനമായാൽ അത് കണ്ടു ചെയ്യുന്നവരുടെ പുണ്യം കൂടും, ആ കൊടുക്കുന്നവർക്ക് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാണ്? ഒരു നേരത്തെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ ഒരു 18,000 രൂപ വരെ ആരെങ്കിലും ഒന്ന് കൈപൊക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. വല്ലാത്തൊരു മനസ്സാണത്. എന്റെ പേര് പറയരുതെന്നോർത്ത് ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതൻ ഉദവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്കും ആരുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങുക. അൽഹംദുലില്ലാഹ്. ബാക്കി ഇൻഷാ അല്ലാഹ് സദസ്സ് ഏറ്റെടുത്തോടും. എന്റെ ഉമ്മ പെങ്ങന്മാരുടെ അടുത്തേക്ക് ഈ ഫോമും കൊണ്ട് മുതഅല്ലിമീങ്ങൾ വരുന്നുണ്ട്. കുറച്ചാളുകളെങ്കിലും നല്ല മനസ്സോടുകൂടെ, ത്വീബുൽ ഖൽബോടെ, തെളിഞ്ഞ മനസ്സോടെ, സാഫായ ഹൃദയത്തോടുകൂടെ, നല്ല തെളിഞ്ഞ ഹൃദയത്തോടുകൂടെ അത് ഏറ്റെടുക്കുവാനും ഇൻഷാ അല്ലാഹ് ഈ ദുആയിൽ പങ്കാളികളാവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇൻഷാ അല്ലാഹ് രോഗശമനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പരിപാടി അവസാനത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക്?
ഒരു ദിവസത്തെ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങുക. ഇൻഷാ അല്ലാഹ് ബാക്കിയത് വിജയിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു സഹോദരിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഇവിടെയൊക്കെ എനിക്കറിയാം ഉറപ്പാ ഇത്തരം പരിപാടികളും പദ്ധതികളും ഈ സ്ഥാപനത്തിന്റെ വിജയം മുന്നോട്ടുള്ള പോക്കുകളേക്കാം സഹോദരിമാർക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. പ്രത്യേകിച്ചും ഇത്തരം വേദികളിലൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ സ്വർണ്ണാഭരണമായിട്ടും സാമ്പത്തിക സഹായങ്ങളായിട്ടും ഒരുപാട് ആളുകൾ ഒരു സംഭാവനയുടെ പിരിവ് ഇവിടെ ഉദ്ദേശ്യമല്ലാത്തതിനാലും എങ്കിലും ഒരു സ്ഥാപനമായതിനാൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒരു വാർഷിക സമ്മേളനം നടന്ന് പര്യവസാനിപ്പിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിലേക്ക് ഒരു നല്ല കാൽവെപ്പ് ഇതുവഴി നമുക്ക് സാധ്യമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവയ്ക്ക് ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ട് ഒരു കോൺട്രിബ്യൂഷനും വന്നില്ല. ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല നിയ്യത്തോടുകൂടെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആരെങ്കിലും ഉണ്ടോ? എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഉണ്ടോ? ഏറ്റു സഹോദരി ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരാം. ബക്കറ്റുമായി പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഈ പരിപാടി വിജയത്തിന് വേണ്ടി സഹായിക്കണം, സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 100 രൂപയെങ്കിലുമൊക്കെ ഈ ബക്കറ്റിലിട്ടേച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അതിൽ കുറയാതെ, ഞാൻ സംഖ്യ പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടി ചെലവ് നമുക്ക് അതുകൊണ്ട് നികത്താൻ പറ്റണം. അല്ലാഹു തആല സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. പറ്റുമെങ്കിൽ 500 1000 ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമുക്കെല്ലാവർക്കും ഈ മഹത്തായ ഈ സന്തോഷത്തിൽ പങ്കാളി. ഇതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്കറിയ ഒരുക്കങ്ങളൊക്കെ നടത്തണമെങ്കിൽ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ ഓരോരുത്തരും സ്വകാര്യമായി ഈ പരിപാടിയോട് സഹകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടും നല്ലൊരു അവസരമാണ് ബക്കറ്റ് കളക്ഷൻ. അതുമായി സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ സഹോദരി ഏറ്റെടുത്തെന്നാ പറഞ്ഞേ? എന്താ പറഞ്ഞ? എല്ലാവരും ഒന്ന് എണീറ്റാണ്. ഒന്ന് എണീറ്റാണ്. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. കാരണം പിന്നെ നല്ല കിടക്കയിൽ ഏസിട്ട ഉറക്കം വരാത്ത കാലാണ്. ഈ ഒരു കാലത്ത് ഇങ്ങനെ സദസ്സിലൊന്നും ഉറങ്ങാൻ പറ്റും. ഒരു സഹോദരി കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ സഹോദരിമാർ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ബക്കറ്റ് കളക്ഷനുമായി പ്രവർത്തകർ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് എന്താണോ ആകുന്നത് എങ്കിൽ ഒരു 12000 രൂപ കൊടുത്തിട്ട് ഈ ഒരു കുട്ടിയുടെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം നല്ല രീതിയിൽ നൽകാൻ സാധിക്കുമെങ്കിൽ അത് ഇനി അതല്ല ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ളൊരു ചെലവെന്ന രീതിയിൽ ഒരു 25000 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനി അതുമല്ല ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കുകയാണ്, ഒരു കൊല്ലം ആ കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാൻ ഒരു മുതഅല്ലിമിനെ എന്റെ ഒരു പൊന്നുമോനെ ഞാൻ വളർത്തുന്നുണ്ട് എന്നുള്ള ആശ്വാസത്തിലേക്ക് ഒരു ഉമ്മക്ക്, ഒരു ഉപ്പക്ക്, ഒരു ജേട്ടന്, ഒരു സഹോദരൻ എത്താൻ കഴിയുന്ന ഏറെ അനുഗ്രഹീതമായ ഒരു നിമിഷമാണത്. റബ്ബ് തആല ഖബൂൽ ചെയ്യട്ടെ. ഒന്ന് നല്ല ഖൽബോടുകൂടെ നല്ല തെളിഞ്ഞ മനസ്സോടെ 3 സ്വലാത്തുമില്ല എന്നിട്ട് അവിടെ ഇരിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ اللهم صل على محمد يا رب صل عليه وسلم. الحمدلله. രണ്ടാമതൊരു കുട്ടിയുടെ ചെലവ് കൂടെ മറ്റൊരു സഹോദരി കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു എന്നെ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പദ്ധതികളും പരിപാടികളുമുണ്ട്. എല്ലാം അവഗണിച്ച് നിന്റെ ദീനീ ഇൽമ് ഇവിടെ വളർന്നു വരാൻ ഈ സ്ഥാപനത്തിന്റെ പുരോപ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ എല്ലാം മറന്നുകൊണ്ട് നിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നേരിടുന്ന ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിച്ചു തരാൻ ഇതൊരു നിമിത്തമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
കൊണ്ട് 25,000-ഉം 18,000-ഉം ഒക്കെയായി സംഭാവന ചെയ്ത ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ ഈ മജ്‌ലിസിന്റെ ആവേശമാണ്. അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ ഖബൂൽ ചെയ്യണേ, അല്ലാ രണ്ടു വീട്ടിലും വിജയിപ്പിക്കണേ, അല്ലാ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇതിന്റെ വിജയത്തിനായി സമീപിക്കുന്ന സമയത്ത് ഒന്നും അറിയാൻ നല്ല മനസ്സോടുകൂടെ സംഭാവന ചെയ്യുന്ന ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണേ, അല്ലാ. ഇതിനെല്ലാം അപ്പുറത്ത് 10 കൊല്ലമായി ആരുടെ മുമ്പിലും ഇതിന്റെ കട്ടപ്പാടും പ്രയാസവും അറിയിക്കാതെ സന്തോഷത്തോടെ തെളിഞ്ഞ മനസ്സോടുകൂടി സ്ഥാപനത്തെ സഹായിക്കുന്ന, നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ഇൽമിനെ സ്നേഹിക്കുന്ന 10 ചെറുപ്പക്കാർ, 10 സഹോദരങ്ങൾ, 10 കുടുംബമുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ 10 നിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു അക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച 10 സ്വഹാബത്തുണ്ടല്ലോ റബ്ബേ. അതുപോലെ നിന്റെ ദീന്, നിന്റെ ഇൽമ് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആ സഹോദരങ്ങള് അശറത്തുൽ മുബശ്ശരീങ്ങളോടൊപ്പം, നിന്റെ സ്വഹാബത്തിനോടൊപ്പം, നിന്റെ ഹബീബിനോടൊപ്പം, നിന്റെ ദീനിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ശുഹദാക്കൾക്കൊപ്പം, സ്വാലിഹീങ്ങൾക്കൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകള് നീ സഹായിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അവസാനത്തെ പ്രത്യേക ദുആ നടത്തണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ മനസ്സറിഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാവുക മാത്രമല്ല, നമുക്ക് ഈ സ്ഥാപനത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഉണ്ടാകുന്നു, ഒരു കല്യാണം നടക്കുകയാണ്. എന്റെ വീട്ടിൽ മാത്രമല്ല, ഈ സ്ഥാപനത്തിനും അതിന്റെ സന്തോഷം ഉണ്ടാക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. എന്റെ ഒരു വാപ്പ മരണപ്പെട്ടുപോയി, പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടുപോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ ഇത്രയും മുതഅല്ലിമീങ്ങൾ ഇരുത്തിയിട്ട് ഇഖ്ലാസോടുകൂടെ അവരുടെ പേര് ദുആ ചെയ്യിപ്പിക്കാൻ നമുക്ക് സ്ഥാപനത്തെ സമീപിക്കാം. അതേപോലെ തന്നെ സ്ഥാപനത്തിലേക്ക് മറ്റു കാര്യങ്ങൾ നേർച്ചയാക്കിക്കൊണ്ട് ഇൽമിനെ സ്നേഹിക്കുന്ന ഈ മുതഅല്ലിമീങ്ങളുടെ ദുആ തള്ളിക്കളയില്ല. ഇങ്ങനെ ദുആ ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ നമുക്ക് ഈ പരിസരത്തും മറ്റൊരു സ്ഥാപനമോ സംവിധാനമോ ഇല്ല. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ഇതിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകളെ റബ്ബേ നീ സഹായിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇതൊരു ഫീലായിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെ പദ്ധതിയായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട്, രീതിയാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ നാടും പരിസരവും തയ്യാറായാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത്, അറിവ് കൊണ്ട് ആത്മീയത കൊണ്ടൊരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടെയും പ്രഥമസ്ഥാനീയൻ മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം വരുന്നുണ്ടോ? സലാത്ത് ഒന്ന് ഉറക്ക, സലാത്ത് ഇല്ലൂലേ? ഒന്നുറക്കെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്, ആത്മീയത കൊണ്ട്, ഇവിടെ നേരത്തെ പാടിക്കേൾപ്പിച്ചുള്ള ഇമാം ബുസൂരി തങ്ങളുടെ ഒരു വരി, ഇമാം ബുസൂരി തങ്ങൾ ഹബീബായ തങ്ങളെ വർണ്ണിക്കുക, ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സല്ലി വസാ على حبيبك خير الخلق كلهم فوق النبيين في خلق وفي خلق. സെറ്റിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട് ഹബീബ് അങ്ങേ മറികടക്കാൻ പൂർവ്വപ്രവാചകന്മാർക്കായിട്ടില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അറിവ് കൊണ്ട്, ഔന്നത്യം കൊണ്ട് ഹബീബ് അങ്ങേ മറികടക്കാൻ ലോകത്തിന്ന് വരെ ഒരാൾ വന്നിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങള് മുത്തുനബിയെ കുറിച്ചൊന്ന് നോക്കൂ. ഇമാം ബൂസൂരി തങ്ങൾ പാടാ പൂർവ്വപ്രവാചകന്മാർ. ചെറിയൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ശൈലി നമ്മുടെ 50 വക്ത് നിസ്കരിക്കേണ്ടിയിരുന്ന നമുക്ക് 5 വക്താക്കി കിട്ടാൻ ഇടപെട്ട ആളല്ലേ മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ. കലീമുല്ലാഹി സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഇല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ മിനിമം എന്താകേണ്ടിയിരുന്നു 50 വക്ത് നിസ്കരിക്കുന്നു. അതറിയാലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മേറാജിന്റെ രാവ് നിങ്ങൾക്കറിയാലോ.
ഹബീബായ തങ്ങളോട് കൂടെ ആരാളുള്ളത്? മുഖറബുൽ അംലാക്ക് ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മുത്തുനബിന്റെ കൂടെ പോവാണ്. 1-ാം ആകാശം, 2-ാം ആകാശം, 3, 4, 5, 6, 7 പിന്നിട്ടു. സിദ്റത്തുൽ മുന്തഹ പിന്നിടുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് പറയാ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഈ നിമിഷം വരെ നിങ്ങളുടെ കൂടെ പോരാൻ എനിക്ക് അനുവാദമുണ്ട് നബിയെ. ഇവിടുന്ന് അങ്ങോട്ട് ഒരടി മുന്നോട്ട് വെച്ചാൽ എന്റെ ചിറക് കരിഞ്ഞ് ചാമ്പലായി പോകും ഹബീബേ. അതുകൊണ്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, നബിയെ പൊയ്ക്കോളൂ, ഞാനിനില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കപ്പെട്ടത് എന്തുകൊണ്ടാ? പ്രകാശം കൊണ്ടാണ്. റൈറ്റ്. എന്തുകൊണ്ടാ? പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാ കരിഞ്ഞു പോകുമെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുവത്തിനെ കുറിച്ച്, ശക്തിയെ കുറിച്ച് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശരാശരി 600 ചിറകുണ്ട്. എത്ര ചിറക്? ഒരു ചിറക് എത്ര ഉണ്ടാകും? മുത്തുനബിയോട് ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, കിഴക്കുന്ന നിവർത്തി വെച്ചാൽ പടിഞ്ഞാറ് വരെ നീളമുണ്ടാകും. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ. കിഴക്കുന്ന ഒരു ചിറക് നിവർത്തിയാൽ ഏതുവരെയുണ്ട്? പടിഞ്ഞാറ് വരെയുണ്ട്. അങ്ങനത്തെ 600 ചിറകുള്ള പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, നബിയെ ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോരാൻ എനിക്ക് അനുവാദമില്ല നബിയെ, എന്റെ ചിറക് കരിഞ്ഞ് ചാമ്പലായി പോകൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിധി അവസാനിക്കുന്നിടത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിധി ആരംഭിക്കുന്നത് അല്ലേ? ജിബ്രീലിന്റെ ബോർഡറിനാണ് ആരത് ആരംഭിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ അടുത്തേക്ക് പോവാ. ഒരു വട്ടമല്ല, അങ്ങനെ പോയി 50 വക്ത് നിസ്കാരമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം ആകാശത്തേക്ക് തിരിഞ്ഞു വന്നു. അല്ലേ? ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. 6-ാം ആകാശത്ത് ആരുണ്ടായിരുന്നു? സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് ചോദിച്ച, മുഹമ്മദ് എന്താ കിട്ടിയത്? മുത്തുനബി പറഞ്ഞു, 50 വക്ത് നിസ്കാരം കിട്ടിയെന്ന്. അൽഹംദുലില്ലാഹ്. മൂസാ നബി പറഞ്ഞു, നടക്കൂല മോനെ, നടക്കൂല ഏട്ടാ, 50 വക്ത് നിങ്ങൾ ഉമ്മത്ത് നിസ്കരിക്കൂല, വേണമെങ്കിൽ പോയി ചുരുക്കി തരാൻ പറഞ്ഞു. അതൊരു ചാൻസാ, ഇവിടുന്ന് പോയാൽ പിന്നെ നടക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയച്ചു. ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് രണ്ടാമതും ചെന്നു. എന്റെ കാരണവര് മൂസാ നബി പറയുന്നത് 50 വക്ത് നിസ്കരിക്കാൻ എന്റെ ഉമ്മത്തിന് ഭാരമാകുമെന്നോർത്താ, അതുകൊണ്ടൊന്ന് ചുരുക്കി തരണം. അല്ലാഹു തആല 5 വെട്ടി 45 45 കൊണ്ട് ഇങ്ങ് വന്നു. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, നടക്കൂല മുഹമ്മദേ, 45 നിസ്കരിക്കൂല, ചെല്ലി ചുരുക്കി തരാൻ പറ. 40 35 30 25 20 15 10 9-ാം തവണ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അടുത്തെത്തിയപ്പോ അല്ലാഹു തആല 50-ന് 0 വെട്ടിയിട്ട് 5 വക്താക്കി ചുരുക്കി കൊടുക്കുമ്പോ 50-ന്റെ പ്രതിഫലം അഡീഷണൽ ഓഫറായിട്ട് നൽകിയിട്ട് യാതൊരു സങ്കടമില്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരാ. 6-ാം ആകാശത്തിന് മൂസാ നബി ഇരിപ്പുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താക്കി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 50 ഉള്ളത് 5 ആക്കി തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അപ്പോഴും പറഞ്ഞു, നടക്കൂലട്ടോ, ചേകനൂരൊക്കെ വരാനുള്ള ദുന്യാവ, ഒരു പോക്കും കൂടി പോയോക്കി. അങ്ങനെ പറഞ്ഞോക്കയ്യല്ല, ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ ആര് പറഞ്ഞു? സയ്യിദുന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു, എനിക്ക് പോകാൻ ലജ്ജയാ, ഇനിയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ എനിക്ക് മടിയാ, അതുകൊണ്ട് ഞാൻ 50 കൊണ്ട് 5 കൊണ്ട് തൃപ്തിപ്പെടുകയാ. നോക്കണേ നിങ്ങൾ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെല്ലാൻ പറ്റിടത്തടത്ത് 1 വട്ടമല്ല 9 വട്ടം അള്ളാഹുവിന്റെ അടുത്ത് പോയി വന്നു. ആര്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രമുണ്ട്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ലോകത്ത് മറ്റൊരാൾക്കും ഒരു ഉമ്മത്തിനും കിട്ടാത്ത സൗഭാഗ്യം അള്ളാഹിന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു വാങ്ങിയ ആളാ മഹാനായ സയ്യിദുന മൂസ. ഒന്ന് ഷാറിൽ പറയും, മഹാനായ സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ ഉമ്മത്തിന് ഭക്ഷണമില്ലായിരുന്നു. പടച്ചവനോട് സ്വർഗത്തിലെ ഭക്ഷണം ഡയറക്റ്റ് ഇറക്കിയില്ലേ അല്ലേ? മന്നും സൽവ്യം ദുന്യാവെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ ഉമ്മത്താണ് ബനൂ ഇസ്രായേലികൾ. ആ ആയത്തിങ്ങനെ ഓതുമ്പോ ബനൂ ഇസ്രായേലിനോട് ദേഷ്യം പിടിക്കും. ആ പഹയന്മാര് പച്ചക്കറി മതി, പയറ് മതി എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താക്കായിരുന്നു, നമുക്ക് കിട്ടിയെന്ന് നഷ്ടപ്പെട്ടു പോയി. പോട്ടെ, അത് ചാൻസ് കഴിഞ്ഞു. ഏതായാലും ദുന്യാവെന്ന് സ്വർഗം അനുഭവിക്കാൻ കഴിഞ്ഞ ഉമ്മത്താണ് ആര്? ബനൂ ഇസ്രായേലികൾ. അറിയാലോ. മാത്രമല്ല എന്റെ ഉമ്മത്ത് ചൂടാണെന്ന് പറഞ്ഞ് മൊബൈൽ AC വേണമെന്ന് പറഞ്ഞ അല്ലാഹു തആല. മൊബൈൽ AC ഞാൻ എന്റെ ഒരു ടേമിൽ പറഞ്ഞതാ. മൊബൈൽ AC എന്ന് പറഞ്ഞാൽ നടക്കുന്നിടത്ത് കൂടെ സൂര്യന് മേഘം കൊണ്ട് AC എന്ന് റെഗുലേഷൻ അല്ലേ, മനസ്സിലായില്ലേ? ചൂട് റെഗുലേറ്റ് ചെയ്യുക, അതാണല്ലോ AC ചെയ്യുന്നത്. അല്ലാഹു തആല ബനീ ഇസ്രായേലികൾ നടക്കുന്നിടത്ത് കൂടിയൊക്കെ മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു, സൂര്യതാപത്തിൽ നിന്ന് കടുപ്പം കുറച്ചു കൊടുത്തു അല്ലാഹ്. മാത്രല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം വളരെ രസകരമാണ്. അനങ്ങണിനൊക്കെ അടിയാണ്. നോക്കിയിട്ടില്ലേ? എന്റെ ഉമ്മത്തിന് വെള്ളമില്ലായിരുന്നു. അള്ളാഹു തആല പോയിട്ട് പാറമ്മ പോയിട്ട് അടി കൊടുക്കും. കോയൽ കിണർ കുത്താനല്ല പറഞ്ഞത്, പാറമ്മ പോയിട്ട് അടി 12 ഉറവ. സുബ്ഹാനല്ലാഹ്. നോക്കിങ്ങൾ വെള്ളം കൊണ്ട് കുടുങ്ങിക്കിടായിരുന്നു. ചെങ്കടലിന്റെ തീരത്ത് ഫറോവയും കൂട്ടരും ഊരിപ്പിടിച്ച വാളുമായി എന്റെ പുറകിലുണ്ട്. അല്ലാഹ് എനിക്ക് വഴി കാണിച്ചു തരണേ റബ്ബ് എന്ന് സുജൂദിൽ വീണ് ദുആ ചെയ്യുമ്പോ ബനീ ഇസ്രായേലികൾ അസ്വസ്ഥരാകുമ്പോ മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അടിയുറച്ച് പറഞ്ഞു, ഇന്ന റബ്ബീ സയഹ്ദീനീ, എന്റെ പടച്ചോൻ എനിക്ക് വഴി കാണിച്ചു തരായിരിക്കൂല. അടിയുറപ്പിച്ചൊന്നു. അധികം കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ കൽപ്പന വരാ, നിന്റെ കയ്യിലുള്ള അത്ഭുത വടിയെടുത്തിട്ട് മൂസേ കൊടുക്ക്, ചെങ്കടലിന്റെ നടുത്തളത്തിൽ അടിക്കാൻ പറഞ്ഞപ്പോ കൂറ്റൻ മതിലുകളെ പോലെ ജലത്തിന്റെ ദ്രാവകാവസ്ഥ ഖരാവസ്ഥയിലേക്ക് പരിണമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു ആനങ്ങളിനെ കാട്ടിയ ഒരിക്കൽ ഈജിപ്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാപ്തിക് വംശജനും ഒരു ബനീ ഇസ്രായേലും തമ്മിലുള്ള കലഹം കണ്ടു. ഒരു സാധു ബനീ ഇസ്രായേലിനെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കണ കണ്ടപ്പോ എടാ പഹയ വേണ്ടാന്ന് പറഞ്ഞു കിബിത്തിയോട്, കാപ്തിക് വംശജനോട്. ഇത് കേട്ടപ്പോ അവൻ പറഞ്ഞു, ഇയാരാടോ ഇതിലിടപെടാൻ? ചൂടായി. ആ സമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പഹയനെ പിടിച്ചിട്ടും പറഞ്ഞു, ഒന്ന് പിടിച്ചിട്ട് തലക്കൊന്ന് കൊടുത്ത ഫഖല്ലാഹി ഉന്റെ കഥ കഴിഞ്ഞു. അഞ്ചാദ്യ കൊടുത്തത്. അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തിന് അടിക്കുമെന്ന് പടച്ചമ്പുരാനും കൂടിയും പറഞ്ഞു. കാരണം മൂസാ നബി അലൈഹി സ്വലാം ഇടപെടണം, അല്ലാഹു തആല ഇടപെടണം. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ അടുത്തേക്ക് പറഞ്ഞു, ഖൂലാ ഖൗലൻ ലയ്യിനൻ, നിങ്ങളൊരു പദത്തിൽ പെരുമാറണേ എന്ന് അല്ലാഹ് പറയാണ്. ആരോട്? മഹാനായ സയ്യിദുനാ മൂസ ഇല്ലേ? ഒരു നബിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖൂലാ ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ ആ പഴയ സ്വഭാവം എടുക്കരുത്. ആരെടുത്ത് പോയിട്ട് ഫിറൗന്റെ അടുത്തേറ്റ് കരണക്കുറ്റിക്കൊന്ന് കൊടുത്തവന്റെ കഥ കഴിച്ചു. അപ്പൊ അതിന് നിൽക്കരുത്. ഖൂലാ ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ ചേട്ടനും അനുജനും കൂടി പോയിട്ട് ഒന്ന് മര്യാദക്കൊക്കെ പറഞ്ഞ് പാകാക്കാൻ നോക്കണേ എന്ന് അല്ലാഹ് പറയാം. മഹാനായ സയ്യിദുനാ മൂസ ചില്ലറക്കാരനല്ല. ഭയങ്കര രസകരമായ സൂഫി കഥകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഒരിക്കൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവാണ്. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കാട്ടുകൂടി ഇങ്ങനെ പോവാം. അപ്പൊ ഒരാളുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അയാളിങ്ങനെ പറഞ്ഞു, പടച്ചോനെ ജിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എനിക്ക് സോപ്പ് വെച്ച് കുളിപ്പിച്ചു തരും. പടച്ചോനെ ജിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അലക്കി ഇസ്തിരിട്ട് തരും. പടച്ചോനെ ജിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ എണ്ണ വെച്ച് തരും. പടച്ചോനെ ഞാൻ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ചെരുപ്പിട്ട് തരും, ചെരുപ്പ് തേച്ച് തരും, കാല് കഴുകി തരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളോട് ചോദിച്ചത്, എന്താടാ ഈ പറയുന്നു? അയാൾ പറയും, ഞാനിങ്ങനെ അല്ല എന്റെ മണക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീ പോടാവുന്ന ദേഷ്യം പിടിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന് ഉമർ റളിയല്ലാഹു ഏറെക്കുറെ ഒരു സ്വഭാവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മദീന പള്ളിന്റെ ഉമ്മർത്ത് ഒരാൾ വന്ന് ഉത്തർന്നു. ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്ത സമയത്ത് മൂപ്പർ പള്ളിക്ക് വരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്താ വെച്ചു? ഞാനിങ്ങനെ അല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ നിന്റെ അബ്ദാണെന്നാ പറയുന്നത്, എന്റെ അബദ്ധാണെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുപോയിക്കോ. ഉമറിന്റെ അടുത്താണെങ്കിൽ നേരത്തെ നിസ്കരിക്കേണ്ടി വരുന്നതാണ്. ഉമറിന്റെ അടുത്താണെങ്കിൽ സമയമാകുമ്പോ നിസ്കരിക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തനബി പറയാറുണ്ട് എപ്പോഴും ആരെ സ്വഭാവമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവമാണ് ഉമർ റളിയല്ലാഹു തആല. ഇരിക്കട്ടെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ കാട്ടുകൂടി ഇങ്ങനെ പോവാം. അപ്പോഴാണ് ഈ മനുഷ്യനെ കാണുന്നത്. പടച്ചോനെ ജിന്റെ അടുത്ത് വരികയാണ്, അതാക്കി തരും അള്ളാഹിനോട് ഇങ്ങനെ പറയാം. മൂസാ നബി അലൈഹി സ്വലാമിന് ദേഷ്യം പിടിച്ചു. അവിടെ അവിടുന്ന് പറഞ്ഞു, എണീക്കാൻ പറഞ്ഞു. ഇയാൾ എണീറ്റ് ഓടി.
കുറച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു തആല വഹി അറിയിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ മൂസ ലിമ ബഅത ബൈനി വ ബൈന അബ്ദി, എന്തേ മൂസേ, നീ എന്റെയും എന്റെ അടിമന്റെ ഇടയിൽ എന്തിനാ നീ അകൽച്ച ഉണ്ടാക്കിയത്? ഞാനും എന്റെ അടിമയും മുനാജാത്തില പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തിനാ ഞാൻ ഇടപെട്ടത്? അപ്പോഴാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായത് ഇത് ചില്ലറക്കാരനല്ല, അള്ളാഹുവിന്റെ ഒരു വലിയാണെന്ന്. അള്ളാഹുവിന്റെ ഒരു വലിയാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം ഇയാൾ വയ്യാലെ കൂടി. ഇയാളെ കാണോടുകൂടെ മറ്റയാളെ അതിലേറെ ഊക്കിൽ മണ്ടി. ഇയാൾ ഓടടാ ഓട്ടം. മൂസാ നബി അതിലേറെ സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടുന്നവരും മറ്റേ ആൾ കൂട്ടി. അങ്ങനെ അയാൾ ഓടടാ ഓടണോട് ഓട്ടം. ഓടി ഓടി അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, ഓ ഹബീബെ അവിടെ നിൽക്ക്, എന്നെ പൊരുത്തപ്പെടിക്കാനാ. അയാൾ പറഞ്ഞു, അതൊക്കെ എന്റെ വിളവാ, ഞാൻ കിബുത്തിയെ തച്ചൊന്ന ആളാ, അതുകൊണ്ട് എന്റെ മുമ്പ് ഞാൻ വരൂല. അയാൾ അവസാനം പറഞ്ഞു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ച റബ്ബെന്നിൽ ഇടപെട്ടിട്ടുണ്ട്, വഹി അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറയണോ? ഇയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടതിന്റെ ബാക്കിൽ നിന്ന് പോയാൽ മതിയാണ്. കാരണം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പേടിയായിരുന്നു. ഏതായിരുന്നാലും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചങ്ങ് വാങ്ങാനല്ലോ. നോക്കി നിങ്ങള് അവസാനം പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് എന്നെ ഒന്ന് കാണണം, എനിക്ക് എന്നെ ഒന്ന് കാണണം. അള്ളാഹ് പറഞ്ഞു, ദുന്യാവ് എന്റെ കണ്ണിന് എനിക്ക് കപ്പാസിറ്റി ഇല്ല മൂസയെ, കാണാൻ നടക്കൂല, സ്വർഗത്തേക്കു അവിടുന്ന് നോക്കാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫറോവ എന്നെ പരിഹസിക്കുകയാണ്. അല്ലാഹ്, മൂസയെ നീ കണ്ടിട്ടുണ്ടോ നിന്റെ പടച്ചവനെ എന്ന് ചോദിച്ച് കളിയാക്കുമ്പോ ഞാൻ പോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ എനിക്കൊരു കുറച്ചിലുണ്ട് നബിയേ, അല്ലാഹുവേ. അതുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് പാദനഗ്നനായി വിശുദ്ധനായി കയറി വരാൻ മഹാനായ സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാ. അങ്ങനെ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസ സഇഖാ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം വരികയാ. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പ്രകാശമല്ല, പ്രകാശത്തിന്റെ പ്രതിബിംബം, രണ്ടാണ്. എനിക്കിപ്പോ ഈ ബൾബ് നോക്കണ അത്ര ബുദ്ധിമുട്ട് ഈ ബൾബിന്റെ മുഖത്തേക്ക് അടിക്കണ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാവില്ല, മനസ്സിലായിണ്ട? ഒരു ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് ഇട്ട് ഒരാളെ കണ്ണടിച്ച് ഒരു 5 മിനിറ്റ് ഒരു മന്ദപ്പായിരിക്കും, ഇല്ലേ? ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? കറക്റ്റ് ഇല്ലേ? ഇല്ലേ? എന്നാൽ ഈ ടോർച്ച് അടിച്ചു കൊടുത്തു നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാലിലോട്ട് ടോർച്ച് അടിച്ചപ്പോ കൂളായിട്ട് പോവാം. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് കണ്ണിലേക്കല്ല വന്നത്, പ്രകാശത്തിന്റെ പ്രതിബിംബം നോക്കാനാ അള്ളാഹു തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, അല്ലേ? ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ചില്ലയിലേക്ക്, മരച്ചില്ലയിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശം വന്നു. പക്ഷേ സംഭവിച്ചതെന്താ? ജഅലഹു ദക്കാ, ആ പർവ്വതം പൊടിപൊടിയായി. വഖറ മൂസാ സഇഖാ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മോഹാലസ്യപ്പെട്ട് വീണു. കുറെ இடத்துல ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഇപ്പൊ അങ്ങനെ എന്നെ നോക്ക്, ഇല്ലേ? എടുത്തോട്ടല്ലേ, ഒന്റെ പണിയല്ലേ? എന്താ പറഞ്ഞ നമ്മള് എന്താ പറഞ്ഞേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതത്തെ പൊട്ടിപ്പൊട്ടിയാക്കി കളഞ്ഞു. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം ഏറ്റുവാങ്ങാൻ ഒരു പർവ്വതത്തിനായില്ല. ഹിമ്മത്തിന്റെ മനക്കരുത്തിന്റെ പ്രതീകമായ മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം വഖറ മൂസാ സഇഖാ, ആലസ്യപ്പെട്ട് വീണു. മൂസാ നബി അലൈഹി സ്വലാമിന് താങ്ങാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഇമാം ബൂസൂരി തങ്ങളെ വാക്ക്, ആ കവിതാശകലം നമ്മുടെ മുമ്പിലേക്ക് വരേണ്ട. خلق وفي خلق ولم يدانه في علم ولا كرم, അറിവ് കൊണ്ട്, ഔന്നത്യം കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട് ഹബീബ് അങ്ങേ മറികടക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും ആയിട്ടില്ല, ഒരു അമ്പിയാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാഴ്സി കവിതയിലുണ്ടത്. മൂസാ സഹോ ശറഫ്തു ബേക് ജൽവേ സിഫാ, മൂസാ സഹോ ശറഫ്തു ബേക് ജൽവേ സിഫാ, തോബ ഐന്ദാത്നി നിഗരേ ദർ തബസ്സുമി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം വന്നപ്പോഴത്തേക്ക് മോഹാലസ്യപ്പെട്ട് വീണുവെങ്കിൽ മുഹമ്മദേ അങ്ങ് 1 അല്ല 9 വട്ടം അല്ലാഹുവിന്റെ അടുത്ത് പോയി മടങ്ങിയപ്പോഴോ ഒരു വട്ടം പോലും ഒരു കോട്ടമുണ്ടായില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ പറഞ്ഞത് സൃഷ്ടിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട്, അറിവ് കൊണ്ട്, ഔന്നിത്യം കൊണ്ട്, ആത്മീയത കൊണ്ട്, സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട്. അല്ലേ സ്വഭാവം ഒരാൾ ഇഷ്ടപ്പെടാനുള്ള കാരണമാണ്. നല്ല സ്വഭാവമുള്ള ആള്, പൈസ ഇല്ല, സാമ്പത്തിക ശേഷിയൊന്നുമില്ല, വലിയ സൗന്ദര്യമില്ല, വലിയ തറവാടിത്തമില്ല, വലിയ അധികാരമില്ല, പക്ഷെ നല്ല പെരുമാറ്റം, അതിഷ്ടപ്പെടൂലേ? അതിഷ്ടപ്പെടൂലേ? എന്തൊക്കെ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഹബീബായ തങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അള്ളയാണ്. ഇന്നകൽ അലാ ഖുലുഖിൻ അലീം. പടച്ചമ്പുരാനെ വെരി ഗുഡ് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ലേ? ഇന്നകൽ അലാ ഖുലുഖിൻ അലീം. അങ്ങ് ഉത്തമ സ്വഭാവത്തിന്റെ ആളാ. ഐഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചല്ലോ മുത്തുനബിയുടെ സ്വഭാവത്തെ കുറിച്ച്. ഹബീബായ തങ്ങൾ പറഞ്ഞു ഖുലുഖുഹു ഖുർആൻ, സിമ്പിൾ ആൻഡ് ഹംബിൾ. അല്ലേ, വളരെ എളുപ്പാ, സിമ്പിളാ. അല്ലാഹു പറഞ്ഞു ഖുലുഖുഹു ഖുർആൻ. ഐഷ റളിയല്ലാഹു തആല അൻഹക്ക് അത്ര പറയാൻ കഴിയും. ഒരു കഥ പറയാം. ഐഷ റളിയല്ലാഹു തആല അൻഹക്ക് ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രത്തിൽ ഇത്തിരി ഭക്ഷണം വിളമ്പി കൊടുത്തു. പിണങ്ങി നിൽക്കുന്ന സമയം ഐഷ റളിയല്ലാഹു തആല ഒറ്റ തട്ട് തട്ടി. നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ, ആ തട്ടിയ തട്ട് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ പാത്രം എടുത്തു, നിലത്തിരുന്നു, ചിതറിക്കിടക്കുന്ന ഗോതമ്പ് മണികൾ ഓരോന്നോരോന്ന് ആ പാത്രത്തിലേക്ക് പെറുക്കിയെടുത്തു. അത് കഴിയുമ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സലിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കാടിക്കീഴിൽ ചെന്നുകൊണ്ട് ഹബീബ തങ്ങളോട് സങ്കടം പറഞ്ഞു. സുബ്രയാ റസൂലല്ലാഹ്, നബിയെ ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയി. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടിട്ടില്ലേ? പലപ്പോഴും ഇപ്പോ ഈ റബീഉൽ അവ്വലിനൊക്കെ അനുബന്ധമായി ലൈവായി നിന്ന് ഒരുപാട് കഥകളുണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാ മധ്യേ ഒരു വെള്ളത്തിൽ ഒരു തേള് കിടക്കുന്നത് കണ്ടു അത്രേ. വെള്ളത്തിൽ ഒരു തേള് കിടക്കുന്നു. തേളിന് നീന്താൻ കഴിയുന്നില്ല, കര പറ്റാൻ പറ്റുന്നില്ല. ഹബീബായ തങ്ങൾ മെല്ലെ കൈവച്ചു കൊടുത്തു. തേള് കയ്യിൽ കയറിയിരുന്നു. തേളിനൊരു സ്വഭാവമുണ്ട്. പുറത്തേക്ക് എത്തിയപ്പോൾ തേളിന്റെ തനി സ്വഭാവം കാണിച്ചു. ഹബീബായ തങ്ങളെ പാമ്പിനെക്കാളും അറബികൾക്ക് പേടിയുള്ള ജീവിയാണ് ഏത് തേള്. മുത്തുനബിയെ കുത്തി, വേദന കൊണ്ട് കൈ കുടഞ്ഞു. വീണ്ടും ആ തേള് വെള്ളത്തിലേക്ക് തന്നെ തെറിച്ചു. ഹബീബായ തങ്ങൾ വീണ്ടും കൈവച്ചു കൊടുത്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വീണ്ടും കൊത്തി, വീണ്ടും കൈ കുടഞ്ഞു. മൂന്നാമതും വെള്ളത്തിലേക്ക് തന്നെ. ഹബീബായ തങ്ങൾ മൂന്നാമതും ആ തേളിനെടുക്കാൻ പോകുമ്പോ സഹാബത്ത് ചോദിച്ചു, അത്ര നബിയെ, 2 വട്ടം കുത്തിയില്ലേ തങ്ങളെ ആ തേള്? മൂന്നാമതും ആ തേളിന്റെ കുത്തുകൊള്ളാൻ തന്നെ പോവാണോ? ഹബീബായ തങ്ങൾ അവിടെ കൊടുത്ത മറുപടി, തേളിന്റെ സ്വഭാവം കാണിക്കണം, മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കണം. വെള്ളം കുടിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ജീവിയെ രക്ഷപ്പെടുത്തുക മുഹമ്മദിന്റെ പണിയാ. എന്നാൽ തേളിന്റെ ജീവിതശൈലി അതങ്ങനെ കുത്തുക, കടിക്കുക, ആക്രമിക്കുക എന്നുള്ളതാണെങ്കിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ ഓർക്കുക സഹോദരങ്ങള്, അത് അറബികൾക്ക് അനറബികൾക്കുള്ള പ്രവാചകൻ. നോ അറബ് കേലി നോ അജം കേലി तो दस्तुमाल बेकसों के चश्म के लिए. മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഓർമ്മപ്പെടുത്തുകയാ, അറബ് കേളി, നബി അങ്ങ് അറബികൾക്ക് മാത്രമുള്ള ദൂതനല്ല, അങ്ങ് അനറബികൾക്ക് മാത്രമുള്ള ദൂതനല്ല. അങ്ങ് ആരൊക്കെ കണ്ണീർ വാർക്കുന്നുണ്ടോ, കണ്ണീർ തുടക്കുന്ന തൂവാലയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഹബീബ തങ്ങളെ വിവരിക്കാൻ, വർണ്ണിക്കാൻ കവികൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. സ്വഭാവം കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട്, അതിനപ്പുറത്തേക്ക് അറിവ് കൊണ്ട്, ആത്മീയത കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ലോകത്തെ സ്വാധീനം കൊണ്ട്, സഹനം കൊണ്ട്, സഹിഷ്ണുത കൊണ്ട്, വിശ്വാസത കൊണ്ട്, വിശാല മനസ്കത കൊണ്ട്. ഓർക്കണേ, നിർണായക ഘട്ടത്തിൽ പോലും അമാനത്ത് നഷ്ടപ്പെട്ട ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഹബീബാറ്റങ്ങള് വീട് വളഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ വാളും പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ആര് പുറത്തു ചെന്നാലും 100ഓളം വരുന്ന ധീരകേസരികൾ മൂരിപ്പിടിച്ച വാളുമായി മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ആര് വെട്ടിയത് എന്നറിയാതിരിക്കാൻ മക്കയിലെ പ്രമുഖ ഗോത്രങ്ങളൊക്കെ ആളയച്ചിരിക്കുന്ന ഹബീബ് തങ്ങളെ തലയെടുക്കാൻ.
ആ സമയത്താണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച വിരിപ്പിന് ചുവട്ടിലേക്ക് അലിയാർ തങ്ങളെ മാറ്റിക്കിടത്തിയിട്ട് രാത്രി ഹബീബായ തങ്ങൾ രക്ഷപ്പെടുന്നത്. ഹബീബായ തങ്ങൾ അലിയാർ തങ്ങളോട് ആ നിർണായക ഘട്ടത്തിൽ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? അലി, നീ 3 ദിവസം മക്കയിൽ തന്നെ തങ്ങണം. നിനക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടായാൽ 3 ദിവസം മക്കയിൽ തന്നെ തങ്ങണം. പരിസരത്തുള്ള ജൂതന്മാരും എന്റെ സഹോദരന്മാരും അയൽക്കാരും എന്റെ അടുത്ത് ഒരുപാട് സൂക്ഷിപ്പ് സ്വത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്, സൂക്ഷിക്കാൻ ഒരുപാട് കാര്യമേൽപ്പിച്ചിട്ടുണ്ട്. അതവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാതെ മദീനയിലേക്ക് വരരുത് അലി എന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. വിശ്വാസ്യതക്ക് അമാനത്തിന് വലിയ വില കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. അതേപോലെ തന്നെ പെരുമാറ്റത്തിന് സഹജീവികളോട് സ്വാധീനത്തിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ നീതിന്യായ സംവിധാനത്തിന്റെ കാര്യത്തില്, സ്ഥിരോത്സാഹത്തിന്റെ കാര്യത്തില്, അധ്യാപനത്തിൽ ഇതുപോലത്തെ ഒരു അധ്യാപകനെ കാണാൻ കഴിയില്ല. നയതന്ത്ര ബന്ധത്തിന്റെ കാര്യത്തില്, സംഘാടനത്തിന്റെ കാര്യത്തില്, സാഹസികതയുടെ കാര്യത്തില്, സ്വാധീന വലയത്തിന്റെ കാര്യത്തില്, ധൈര്യത്തിന്റെ സ്ഥൈര്യത്തിന്റെ സഹകരണത്തിന്റെ കാര്യത്തില് ഇതുപോലെ ലോക നേതാവിനെ കാണുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക, ആ ജീവിതത്തെ പഠിക്കുക, പകർത്തുക, അത് പരിശീലിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല, ഹബീബായ തങ്ങൾ എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. എത്ര വാഴ്ത്തുന്നവരുടെയും അവരുടെ വാഴ്ത്തൽ അവരുടെ പുകഴ്ത്തൽ പരാജയപ്പെടുകയല്ലാതെ ഹബീബായ തങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൃത്യമായി വിവരിക്കുവാനും വർണ്ണിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങനെ പാടിയവരൊക്കെ തോറ്റുപോയത്. ഹബീബായ തങ്ങളുടെ സുവിശേഷങ്ങൾ, ഹബീബായ തങ്ങളുടെ സദ്ഗുണങ്ങൾ വർണ്ണിച്ചാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല. ലക്ഷ്യമെത്താതെ അത് തോറ്റുപോകും, അത് പരിമിതപ്പെട്ടു പോകും ഓരോ യജ്ഞങ്ങളുമെന്ന്. അതുകൊണ്ട് ഇമാം ബുസൂരി തങ്ങളും പാടി അവസാനം പറഞ്ഞത് ഒരു മനുഷ്യൻ എന്ന പദപ്രയോഗത്തിൽ നിർത്തേണ്ടി വന്നു. മഹാനായ സയ്യിദുന, മഹാനായ സൂഫി, മഹാനായ ഇഷ്ഖിന്റെ കടല്, മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഹബീബായ തങ്ങളെ പുകഴ്ത്തി അവസാനം പറഞ്ഞ എന്താണ്? ഇൻസാൻ കാമിൽ, ഒരു പൂർണ്ണ മനുഷ്യന്റെ അപ്പുറത്തേക്ക് ഒരു വിശേഷണം കൊടുക്കാൻ പറ്റില്ല. സ്നേഹിച്ചവരങ്ങനെയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ മനസ്സിലാക്കിയവരൊക്കെ ആ സ്നേഹത്തിന് പരിധി വെച്ചില്ല. അപ്പൊ സ്നേഹമൊക്കെ ലിമിറ്റ് ചെയ്യാനാണ് ആൾക്കാർ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു 6 സൗറിൽ കഴിയുമ്പോ മരണം വേണോ ഹബീബായ തങ്ങൾ വേണോ എന്ന് തീരുമാനിച്ചു. മരണം മതി, മുത്തുനബി വേണം. മരണത്തെ ഞാൻ സ്വീകരിക്കാം. എന്റെ ജീവൻ വേണോ, മുത്തുനബി വേണോ? ജീവൻ എനിക്ക് വേണ്ട, എന്റെ ഹബീബ് മതി. കടിക്കുന്ന പാമ്പിന്റെ ഉഗ്രവിഷമുള്ള സർപ്പത്തിന് വായിലേക്ക് കാല് വെച്ചു കൊടുത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അവിടെ ജീവനേക്കാളേറെ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ജീവനേക്കാളേറെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബൈബ് റളിയല്ലാഹു തആലാന്റെ കഴുത്തിലേക്ക് കയറി വരിക. ജീവൻ വേണോ, ഹബീബായ തങ്ങളുള്ള സ്നേഹം വേണോ? ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു, വലസ്തു ബാലിഹീന ഖതലു മുസ്ലിമ അലൈഹി ജംബിൻ കാന ഫില്ലാഹി മസ്റായി. മരണമല്ല, എന്നെ കൊന്ന് കൈകാലുകൾ വെട്ടിനുറുക്കി ചിതറിയെറിഞ്ഞാലും തന്റെ ഹബീബിന്റെ കാൽച്ചുവട്ടിൽ ചെറുമുള്ളു തറക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല എന്ന് മഹാനായ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പാടുന്നത് എങ്ങനെയാണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ മരണം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഉൾക്കൊള്ളാനാവാതെ എന്റെ ഹബീബ് മരിച്ചു, വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയാൻ മാത്രം അവരുടെ മനസ്സ് വികാര വിജൃംഭിതമായതെന്തുകൊണ്ട്? അതാ സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്
ഹബീബായ തങ്ങൾ വഫാത്തായ ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മിനാരത്തിലേറി വിളിച്ചു പറയാൻ കഴിയാതെ പോയത് ആ ഇഷ്കിന്റെ കടലറിഞ്ഞതുകൊണ്ടാ. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ നിർണായക ഘട്ടത്തില് പ്രതികാരമെന്ന വ്യാജേന ഹബീബായ തങ്ങളുടെ പുണ്യഭൂമിന് കിട്ടാൻ കുതന്ത്രം പയറ്റിയതെന്നുകൊണ്ടാ. അത് സ്നേഹത്തിന്റെ ആഴം കൊണ്ടാ. എന്തിനേറെ പറയണോ, മനുഷ്യര് മാത്രമല്ല ഹബീബായ തങ്ങളോട് സഹവസിച്ചവരൊക്കെ അതിന്റെ സുഹൃതം, അതിന്റെ പുണ്യം, അതിന്റെ സൗരഭ്യം അനുഭവിച്ചിട്ടുണ്ട്.